ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ 6th ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിന് സിമിലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫ്ലക്സ് φe. ഇലക്ട്രിക് ഫ്ലക്സ് φe = നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ E.A ഓർ E.A cos θ. എന്തായിരുന്നു ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, ന്യൂട്ടൺ പെർ കൂളം. എങ്ങനെയാണ് ന്യൂട്ടൺ പെർ കൂളം എന്ന് കിട്ടുന്നത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനായ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്, ഫോഴ്സിൻ്റെ ന്യൂട്ടൺ, ചാർജിൻ്റെ കൂളം, ഇങ്ങനെയാണ് ന്യൂട്ടൺ പെർ കൂളം എന്ന് കിട്ടുന്നത്. ഇനി ഏരിയയുടെ യൂണിറ്റാണ് മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് യൂണിറ്റ് കിട്ടും? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ്. മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, വോൾട്ട് മീറ്റർ. എങ്ങനെയാണ് വോൾട്ട് മീറ്റർ കിട്ടുന്നത്? ഇലക്ട്രിക് ഫീൽഡിന് മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, E = -V/d, വോൾട്ടേജ് ബൈ ഡിസ്റ്റൻസ്. വോൾട്ടേജിൻ്റെ യൂണിറ്റാണ് വോൾട്ട്, പെർ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് മീറ്റർ. വോൾട്ട് പെർ മീറ്റർ എന്തിൻ്റെ യൂണിറ്റാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റാണ്. ഇൻറ്റു യൂണിറ്റ് ഓഫ് ഏരിയ മീറ്റർ സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് 1 മീറ്റർ കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ട്? വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്ററാണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ മറ്റൊരു യൂണിറ്റ്. ഇലക്ട്രിക് ഫ്ലക്സിൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് എന്തായിരുന്നു? ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ സർഫസിലൂടെ നോർമലി പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ നമ്പറാണ് ഇലക്ട്രിക് ഫ്ലക്സ്. E.A = EA cos θ. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം ഓർ വോൾട്ട് മീറ്റർ. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിലൂടെ പാസ് ചെയ്തു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ നമ്പറാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഇവിടെ ഇക്വേഷൻ വരുന്നത് φb = B.A ഓർ BA cos θ. എന്താണ് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ്? വെബറാണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് മറ്റൊരു യൂണിറ്റും കൂടെ കണ്ടുപിടിക്കാവുന്നതാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടെസ്ലയും ഏരിയയുടെ മീറ്റർ സ്ക്വയറും, ടെസ്ല മീറ്റർ സ്ക്വയർ, ഇങ്ങനൊരു യൂണിറ്റും നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിന് പറയാവുന്നതാണ്. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് പറഞ്ഞതുപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ തീറ്റ? തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്റ്റർ. അപ്പോൾ ഇവിടെ എന്തായിരുന്നു മാഗ്നറ്റിക് ഫ്ലക്സ്? നമ്മൾ കൺസോൾഡേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഈ സർഫസിലൂടെ നോർമലി പാസ് ചെയ്തു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ നമ്പറാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. സപ്പോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പാസ് ചെയ്തു പോകുന്നത് ഇങ്ങനെയാണെങ്കിലോ, നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലെയിൻ സർഫസിൻ്റെ ഏരിയ വെക്റ്റർ നമുക്കറിയാം പെർപെൻഡിക്കുലറാണ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ തീറ്റ എന്ന് പറയുന്നത് ദ ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്റ്റർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് തീറ്റ. അപ്പോൾ നമുക്കിവിടെ BA cos θ എന്ന് വരുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ചെരിഞ്ഞാണല്ലോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നോർമൽ കമ്പോണൻ്റാണ് B cos θ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മറ്റൊരു യൂണിറ്റാണ് മാക്സ്വെൽ. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ മറ്റൊരു യൂണിറ്റാണ് മാക്സ്വെൽ. CGS സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മാക്സ്വെൽ. എങ്ങനെയാണ് വെബറും മാക്സ്വെല്ലും കണക്ട് ചെയ്യുന്നത്? 1 വെബർ = 10⁸ മാക്സ്വെൽ.